പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഞാൻ ഒരു വീഡിയോ കാണുവാനിടയായി. ആ വീഡിയോനെ കുറിച്ച് ദൈവവചന അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ആ വീഡിയോ കാണാം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പിശാച് ഒതുക്കി വെച്ച സകല മുഖങ്ങളും ഇന്ന് പകൽ ഇടിഞ്ഞു മാറുകയാണ്. ഓ അഴിയട്ടത് ശ്രീഭാരം മുന്നോട്ട് വിടാതെ വണ്ണം ഒതുക്കി വെച്ചത് അഴിയത് റാമന ഹസ്തൂര കുടാരമന കരത്തെ അടച്ചു വെച്ചത്, നന്മയെ അടച്ചു വെച്ചത്, ശത്രു അപകരിച്ചത് ഇന്ന് പകൽ ഇവിടെ അഴിയട്ടത്. കയനാളുകളിൽ വെട്ടിക്കളി വിട്ടത് തുള്ളൽ പച്ചപ്പുഴൊക്കെ തിന്നു കളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി നിനക്കിത് പകരം നൽകുവാൻ ശക്തനായ ഒരുവൻ ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. നിന്റെ കെട്ടിയ സകല മുഖങ്ങളും പാരമ്പര്യത്തിന് പോലെയുള്ള മയ്യത് സ്ത്രീകനം വൈദനം പ്രകാരപരമ ശാന്തര 16 വയസ്സ് മുതൽ മുന്നോട്ട് വിടത്തില്ലെന്ന് ശത്രു വാദിക്കുന്ന ചില വാദങ്ങൾ അഴിയത് അഴിച്ചുവിടും. ശരവിടുപോ ശരം വിട്ടുകൊടുക്ക. ഇവനെ മുന്നോട്ട് വിടത്തില്ലെന്ന് വാദിച്ച് നീ ഒരിക്കലും ഇനി ഉയർന്നു പോകത്തില്ല. മുടിഞ്ഞെന്ന് പറ നിന്നയോടെ കടന്നു പോകുന്ന ചില മണ്ഡലങ്ങൾ പാരിശുദ്ധാത്മാവിന്റെ പകരം പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ആ വീഡിയോ കണ്ടു എന്ന് മനസ്സിലാക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. നമുക്ക് തുറന്ന ചർച്ചയോടുകൂടെ തന്നെ മുൻപോട്ട് പോകാം. ആരെയും ആക്ഷേപിച്ച് സംസാരിക്കുകയല്ല, ദൈവവചന അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നതേയുള്ളൂ. കർത്താവിന്റെ കൃപയാൽ നമുക്ക് മുന്നോട്ട് പോകാം. പ്രിയ സഹോദരിയുടെ പേര് സുമ എന്നാണ്. പ്രിയ സഹോദരിനെ അഭിസംബോധന ചെയ്യുന്നത് പാസ്റ്റർ സുമ എന്ന പേരിലാണ്. വിശുദ്ധ ബൈബിൾ പഠിച്ചു വരുമ്പോൾ ഒരിടത്തും സ്ത്രീകൾ പാസ്റ്റർമാരാണെന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. ഒരു സഭകളിലും സ്ത്രീകൾ പാസ്റ്റർമാരായിരുന്നതും ബൈബിളിൽ കാണുന്നില്ല. അങ്ങനെയെങ്കിൽ പാസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കയറി വരുന്ന ഏത് സ്ത്രീകളും വചനാടിസ്ഥാനത്തിൽ തെറ്റാണ്, വചന വിരുദ്ധമാണ്. ഇപ്രകാരമുള്ള കാര്യങ്ങളെ ആരും പ്രോത്സാഹിപ്പിക്കില്ലെന്ന് ദൈവനാമത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ബൈബിൾ പഠിച്ചു വരുമ്പോൾ കർത്താവായ യേശുക്രിസ്തു രാത്രി മുഴുവനും പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് പിതാവായ ദൈവം കൊടുത്ത നിയോഗത്താൽ 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് അവർക്ക് അപ്പോസ്തലന്മാരെന്ന് പേരിടുവാനിടയായി. അവർക്ക് അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ ദീനവും വ്യാധിയും പൊറുപ്പിക്കാനുള്ള അധികാരം കർത്താവായ യേശുക്രിസ്തു കൊടുത്തു. അവരുടെ ശുശ്രൂഷ എന്താണെന്നും അവരുടെ പദവി എന്താണെന്നും മത്തായി സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ വായിച്ചു വരുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു. വിശുദ്ധ ബൈബിൾ പഠിച്ചു വരുമ്പോൾ എഫേസ്യ ലേഖനം 4-ാം അധ്യായം താഴേക്ക് വായിച്ചു വരുമ്പോൾ 5 വിധ ശുശ്രൂഷകളെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു. അവിടെ ഇങ്ങനെ പറയുന്നു: ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ചിലരെ ഉപദേഷ്ടാക്കന്മാരുമായി നിയമിച്ചിരിക്കുന്നു. ആ വാക്യത്തിൽ നമുക്ക് ഇടയൻ എന്നൊരു പദം കാണുവാൻ സാധിക്കുന്നു. ഇടയൻ എന്ന പദത്തിന്റെ ഇംഗ്ലീഷിൽ പറയുന്നത് പാസ്റ്റർ എന്നാണ്. പാസ്റ്റർ
ഇടയൻ എന്ന് പറഞ്ഞാൽ ആടുകളെ മേയ്ക്കുന്നവൻ, ആടുകളെ പരിപാലിക്കുന്നവൻ എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. പാസ്റ്റർ സ്ത്രീയല്ല പുരുഷനാണ് എന്ന് വിശുദ്ധ ബൈബിളിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. 1 തിമോഥെയോസിന്റെ ലേഖനം 3-ാം അധ്യായം 1 മുതൽ താഴേക്ക് വായിച്ചു വരുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു: എന്നാൽ അധ്യക്ഷൻ നിരുപവാദിനായി ഏക ഭാര്യയുടെ ഭർത്താവും. അപ്പോൾ അധ്യക്ഷൻ എന്നൊരു പദം നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു. അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ പാസ്റ്റർ, ഇടയൻ എന്നൊക്കെയാണ് ആ വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അവിടെ ദൈവസഭയെ ആരാണ് ഭരിക്കേണ്ടതെന്നും ആ വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ സഭയുടെ പാസ്റ്ററായി നിയമിക്കപ്പെട്ടത് സ്ത്രീകളല്ല, പുരുഷന്മാർ തന്നെയാണെന്ന് വിശുദ്ധ ബൈബിളിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് പാസ്റ്റർ എന്ന് പറഞ്ഞ പേരുകൊണ്ട് അലങ്കരിച്ച് ഒരു കൂട്ടം സ്ത്രീകൾ മുന്നോട്ട് പോകുമ്പോൾ അത് വചനവിരുദ്ധമാണ്, അത് തെറ്റാണ്. മടങ്ങി വരുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഞാൻ മുന്നമേ ഓർമ്മിപ്പിച്ചതുപോലെ ആ വീഡിയോയിൽ 2 കാര്യമാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. ഒന്ന്, ആ സഹോദരി പ്രാർത്ഥിക്കുമ്പോൾ തലയിൽ മൂടുപടമിട്ടിട്ടില്ല. വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നു. 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം താഴേക്ക് വായിച്ചു വരുമ്പോൾ അവിടെ പറയുന്നു, മൂടുപടമില്ലാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് സ്ത്രീയും തന്റെ തലയെ അപമാനിക്കുന്നു. അപമാനിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വില കുറച്ച് കാണുക എന്നാണ്. അപ്പോൾ ആ വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നത് സ്ത്രീയുടെ തല പുരുഷൻ. അപ്പോൾ ആരെയാണ് വില കുറച്ച് കാണുന്നത്? തലയായവന് എന്ന് പറഞ്ഞാൽ പുരുഷനെയാണ് വില കുറച്ച് കാണുന്നത്. ഇത് വചനവിരുദ്ധമാണ്, തെറ്റാണ്. ഇപ്രകാരമുള്ള കാര്യങ്ങളെ ആരും പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. സ്ത്രീകൾ എല്ലാ സഭായോഗങ്ങളിലും മൂടുപടമിടണമെന്നാണ് വിശുദ്ധ ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നത്. രണ്ടാമത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആ സഹോദരി ഒരു പുരുഷന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ബൈബിൾ പഠിച്ചു വരുമ്പോൾ ഒരു ഇടത്തും ഒരു സഭയിലും സ്ത്രീകൾ പുരുഷന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചതായി കാണുവാൻ സാധിക്കുന്നില്ല. അപ്പോൾ ആ സഹോദരി ചെയ്യുന്നത് വചനവിരുദ്ധമാണ്, തെറ്റാണ്. വിശുദ്ധ ബൈബിൾ പഠിച്ചു വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ പട്ടണത്തിന്റെ ഉൾപ്രദേശങ്ങളിൽ സഞ്ചരിച്ചിട്ട് ചില ശിഷ്യന്മാരെ കണ്ടിട്ട് അവരോട് ചോദിക്കുന്നു, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? അവർ പറഞ്ഞു, ഞങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടില്ല. എന്നാൽ പൗലോസ് പരിശുദ്ധാത്മാവ് പ്രാപിക്കേണ്ടതിന് അവരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അവരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥം അവരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു എന്നാണ്. ആർക്കാണ് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാനുള്ള അധികാരം? പാസ്റ്റർ അല്ലെങ്കിൽ ഇടയൻ എന്ന പദം അലങ്കരിക്കുന്ന പുരുഷന്മാർക്ക് മാത്രമാണ് ആരുടെയും തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാനുള്ള അധികാരം വിശുദ്ധ ബൈബിളിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പാസ്റ്റർ എന്ന് പറഞ്ഞ് തലയിൽ മൂടുപടമിടാതെ പുരുഷന്മാരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്ന ഏത് സ്ത്രീകളും ചെയ്യുന്നത് വചനവിരുദ്ധമാണ്, തെറ്റാണ്. ഇപ്രകാരമുള്ള കാര്യങ്ങളെ ആരും പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ പറയുന്നു, ദൈവത്തിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിര് കടക്കുന്നവന് ദൈവമില്ല. ദൈവത്തിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ, ദൈവത്തിന്റെ പഠിപ്പിക്കൽ നിലനിൽക്കാതെ ചെയ്യുന്ന ഏത് ശുശ്രൂഷയും അത് പൈശാചികമാണ്, അത് വചനവിരുദ്ധമാണ്. നമുക്ക് ദൈവത്തിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാം, ദൈവത്തിന്റെ പഠിപ്പിക്കൽ നിലനിൽക്കാം, കർത്താവായ യേശുക്രിസ്തുവിനെ ഉയർത്താം. എന്റെ വാക്ക് കേട്ട
ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു.